ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് യൂണിഫോം കോട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചീത്തവശത്താണ് മാർക്ക് ചെയ്യുന്നത്. ഇതേപോലെ കരവഴി താഴോട്ടാക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിടേണ്ടത്. തുണി മടക്കിടുമ്പോൾ ഇതേപോലെ ഓപ്പണ് നമ്മുടെ ഭാഗത്ത് വരുന്ന രീതിയിൽ തുണി മടക്കിടണം. എന്നിട്ടാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. നമ്മൾ ഈ കരവഴി താഴോട്ടേക്കാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ കോട്ട് അടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പാൻറ്റിൻ്റെ തുണി, കട്ടിയുള്ള തുണിയുള്ള കോട്ടിന് വേണ്ടി യൂസ് ചെയ്യുക. ഇതേപോലെ നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. വീഡിയോയിൽ കറക്റ്റായിട്ട് ലെങ്ത്ത് കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം മുകൾ വശം കാണിച്ചതിന് ശേഷമാണ് താഴ്വശം കാണിക്കുന്നത്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ 24 നമ്മുടെ ഇറക്കം വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ 2.5 ഇഞ്ച് കൂട്ടുന്നുണ്ട്. 2 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും അതേപോലെ തന്നെ മുകളിൽ 1/2 ഇഞ്ചും. ഇനി നിങ്ങളാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് മതിയെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയാലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ചില ആളുകൾ 1.5 ഇഞ്ചൊക്കെ കൂട്ടുള്ളൂ. ബിഗിനേഴ്സ് ആകുമ്പോൾ എങ്ങനെയായാലും 2 ഇഞ്ച് എന്തായാലും വേണം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഇതേപോലെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഇതെന്തിനാന്ന് ചോദിച്ചാൽ 2 സൈഡ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ വീതി മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് അടയാളം, നമ്മൾ അളവ് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗത്തും കൂടി മാർക്ക് ചെയ്യുന്നത്. ഇനി സ്കെയിൽ വെച്ചിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈന് കൊടുക്കുക. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര തുണിയാണ് ആവശ്യമുള്ളത് എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ഈ 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ഇഞ്ച് മടക്കി തയ്ക്കല്ലോ. നമ്മൾ അടിഭാഗത്ത് അടിച്ച് കഴിഞ്ഞിട്ട് മടക്കി തയ്ക്കുമ്പോഴാണ് ഈ 2 ഇഞ്ചിൻ്റെ ആവശ്യം വരിക. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഈ കര ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ചെറിയ കുട്ടികളാണെങ്കിൽ 2.25, 3.5 മതിയാവും. ഇത് വലിയവർ നമ്മൾ ഒരു ഏകദേശം ഒരു 10-14 വയസ്സുള്ള കുട്ടികൾ അതാണ് ചെയ്യണത്. അതുകൊണ്ടാണ് 4 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി 3.5 എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് ഉള്ളിലോട്ട് പോകാനുള്ള തുണിയാണ്. ഏറ്റവും ബെറ്റർ 3.5-4ൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഭാഗത്ത് എടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരച്ചെടുക്കുക. ഇപ്പം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ ഇതിനെ ബട്ടൺ മാറുന്നതിന് പറയാം, ബട്ടൺ വെക്കുന്ന ഭാഗമാണ്, അതുകൊണ്ട് ഇതിന് ബട്ടൺ മാറെന്ന് പറയാം. ഇത് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഷോൾഡർ നമുക്ക് വന്നിട്ടുള്ളത് 7.25. ഇത് നമ്മൾ കൈയില്ലാതെ വെക്കുന്നതാണ്. പൈപ്പിങ് വെച്ചിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ഉള്ളിലോട്ട് മറിക്കാനുള്ളതാണ്. അപ്പം നമ്മൾ 7.25 എടുത്ത് കഴിഞ്ഞാൽ അടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ അതുണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു 7.25 എടുക്കണം, 1/2 ഇഞ്ച്. ഇനി നിങ്ങൾ 1/4 ഇഞ്ചിലാണ് തയ്ക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 7.25ൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂട്ടിയാലും മതി. ഞാൻ 7.25ൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടും 7.25 മാർക്ക് ചെയ്തത്. നമ്മുടെ ഷോൾഡർ റിഗാള് മാർക്ക് ചെയ്യുന്നത് കോട്ടായതുകൊണ്ട് റിഗാള് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. അപ്പം നമ്മളൊരു 8.25 മാർക്കിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചുരിദാറാണെങ്കിൽ നമ്മൾ 7.25 എടുത്ത ആൾക്ക് നമ്മളൊരു 7 ഇഞ്ചൊക്കെ എടുക്കുള്ളൂ. പക്ഷെ കോട്ടായതുകൊണ്ട് നമ്മുടെ റിഗാള് കുറച്ച് കൂടിയാൽ കുഴപ്പമില്ല. കുറച്ച് ലൂസിൽ കിടക്കേണ്ടതാണല്ലോ. നമ്മളിങ്ങനെ ഇറുകിയിട്ട് കിടക്കുന്നതല്ല, അതുകൊണ്ടാണ് കുറച്ച് റിഗാള് കൂട്ടിയെടുത്തിട്ടുള്ളത്. 8, 8.5 ഇതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അതിൽ കൂടി പോകണ്ട. വലിയ ആളുകളൊക്കെ ആണെങ്കിൽ 9 ആ രീതിക്കൊക്കെ വരും. ഇനി നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യണേ. ചെസ്റ്റ് എത്രയാണെന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അളവ് 38 ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 4.1 മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് 9.5 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കിൻ്റെ വിടുത്താണ് മാർക്ക് ചെയ്യാനുള്ളത്. നെക്കിൻ്റെ വിടുത്ത് 3 ഇഞ്ച് മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നെക്ക് ലെങ്ത്തും വേണം. നെക്ക് ലെങ്ത്തും 3 കൊടുത്തിട്ടുള്ളത്. ഇത് വലിയ ആളുകളാണെങ്കിൽ നെക്കിൻ്റെ വിടുത്തൊരു 3.5 കൊടുക്കാം. കുട്ടികളാണെങ്കിൽ 2.5, 2.25 അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം. ഇപ്പം നമ്മൾ 3 ഇഞ്ചിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ചെയ്യുന്നത്. കൂടുതൽ ആളുകളും നെക്ക് വിടുത്ത് 3.5 നെക്ക് ലെങ്ത്ത് 3 ചെയ്യാറുള്ളത്. ഇത് ഞാൻ പറഞ്ഞല്ലോ 14, 13, 11 വയസ്സുള്ള കുട്ടികൾക്കാകുമ്പോൾ ഒരു 3 നെക്ക് ലെങ്ത്തും വിടുത്തും 3 മതിയാവും. ഇനി ജസ്റ്റ് ഇതേപോലെ ഒന്ന് നല്ല കുഴിച്ച് വെട്ടാതൊരു കർവ് രൂപത്തിലൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ ചെരിവ് 1/2 ഇഞ്ച് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഷോൾഡർ ചെരിവ് നല്ലോണം ഒന്ന് ചെരിച്ച് വരക്കണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച്
വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളുടെ അംഹോൾ കർവ് ഫ്രണ്ട് ഭാഗത്ത് 1 ഇഞ്ചാണ് വരിക കുഴിച്ച് മാർക്ക് ചെയ്യാൻ. അപ്പോൾ 1 ഇഞ്ച് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ആംഹോൾ കർവ് ഷേപ്പ് ചെയ്ത് വരക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് താഴ്വശത്ത് നമ്മുടെ ലൂസ് കാണണം. ഇപ്പം ലൂസ് താഴ്വശത്ത് 10 വരുന്നത്. മുകളിൽ നമ്മൾ 9 മാർക്ക് ചെയ്ത് ഇവിടെ 10. ഇപ്പം താഴ്വശത്ത് നമ്മളെ ഹിപ്പിന്റെ ഭാഗത്തുള്ള വണ്ണം എന്ന് പറഞ്ഞാൽ 40. 40ന്റെ 4 നമ്മൾ മാർക്ക് ചെയ്തത്. അതിന്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂട്ടണം. ഇതിന് ടെക്ക് ഇടാനുള്ളതാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടണം. 1 ഇഞ്ചൊന്നും ഇട്ടാൽ പോരാ. നമ്മൾ ബിഗിനേഴ്സായ ആളുകളാവുമ്പോൾ എന്തായാലും നമ്മളെ മെഷർമെന്റിന്റെ കൂടെ 2 ഇഞ്ചെങ്കിലും കൂട്ടിയിടണം. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് മെഷർ ചെയ്തിട്ട് കിട്ടുക. ഇനി നമുക്കിതിന്റെ വേസ്റ്റ് റൗണ്ട് കാണണം. വേസ്റ്റ് റൗണ്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യണം. ഈ ടേപ്പിന് ഇതേപോലെ പിടിച്ചിട്ട് ഈ ഭാഗത്ത് വരുന്ന സെന്റർ മാർക്ക് ചെയ്യാം. ഈ സെന്റർ മാർക്ക് ചെയ്തിട്ട് അതിന്റെ മുകളിലോട്ട് ഒരു 1.5 ഇഞ്ച് കയറ്റിയിട്ട് മാർക്ക് ചെയ്താലും ഇതിന്റെ ഷേപ്പിന്റെ ഭാഗത്ത് കിട്ടും. ഇനി നിങ്ങൾക്ക് ഈ റിഗാളിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് താഴത്തോട്ട് ഒരു 5.5 മാർക്ക് ചെയ്താലും ഈ മെഷർമെന്റ് തന്നെയാണ് വരിക. ഇനി അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളിതിന്റെ സെന്റർ മാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തതാണ്. ഇനി ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ടാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ അവിടെ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിലും. ഒന്ന് കട്ടിംഗ് ലൈനുമാണ്. ഇത് നമ്മുടെ കട്ടിംഗ് ലൈന്, ഇത് സ്റ്റിച്ചിങ് ലൈനാണ് വരിക. അപ്പൊ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കോട്ടിന്റെ മെഷർമെന്റ് ആണ് പറയുന്നത്. ഇനി ഇതിന്റെ ഷോൾഡറിന്റെ സെന്റർ മാർക്ക് ചെയ്യുക. ഷോൾഡറിന്റെ സെന്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഭാഗത്തൊക്കെയും ഷോൾഡറിന്റെ സെന്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ എത്രയാണ് വരുന്നത് നോക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാണ്. നമ്മുടെ ബെസ്റ്റ് പോയിന്റ് തുടങ്ങുന്ന ഭാഗത്തു നിന്നാണ് ടെക്ക് വരിക. അപ്പോൾ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ 9 ഇഞ്ചിൽ നിന്ന് ഷോൾഡറിന്റെ സെന്റർ മാർക്ക് ചെയ്ത് ആ 9 ഇഞ്ചിൽ നിന്ന് നമ്മൾ പോക്കറ്റ് വെക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു 7.25 വരെ മാർക്കിങ് ചെയ്യുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 8.5 വരെയൊക്കെ മാർക്കിങ് ചെയ്യും. നമ്മൾ ഒരു 7.25 വരുന്നത് വരെ മാർക്കിങ് ചെയ്യുക. ഈ 7.25ന്റെ താഴത്ത് വേണം നമ്മൾ ഇതിന്റെ പോക്കറ്റ് മാർക്ക് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 7.25 മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ചിൽ ഇതേപോലെ ഒരു കർവ് ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കുന്നത് ടെക്കാണ്. നമ്മുടെ ടെക്ക് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് നമ്മുടെ പോക്കറ്റിന് എത്രയാണ് വീതി വേണ്ടത് നോക്കുക. അപ്പോൾ ഒരു 5 നമ്മുടെ പോക്കറ്റിന്റെ വീതി വേണ്ടത്. അപ്പൊ നമ്മൾ ഈ ടെക്കിന്റെ സെന്ററിൽ നിന്ന് 2 സൈഡിലേക്കും ഒരു 2.25 വീതം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ പോക്കറ്റ് മാർക്ക് ചെയ്യേണ്ടത്. സെന്ററിൽ നിന്ന് വേണമെങ്കിൽ പോക്കറ്റിന് ഒരു വൃത്തി കിട്ടൂല. അപ്പൊ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുക എന്നുള്ള ഒരു 1/4 ഇഞ്ച് നമ്മൾ ഉള്ളിൽ വരുന്ന രീതിയിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ 1/4 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ വി ഷേപ്പിലാണ് നമ്മൾ പോക്കറ്റ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പൊ പോക്കറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോ കറക്റ്റായിട്ട് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പോക്കറ്റിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ ഇതിൽ പറയുന്നില്ല. പോക്കറ്റ് എങ്ങനെയാ കട്ട് ചെയ്യാന്നുള്ളതും സ്റ്റിച്ച് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, കണ്ടു നോക്കുക. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പോക്കറ്റ് ഇടൊന്ന് മനസ്സിലാൻ വേണ്ടി വരച്ചെന്നുള്ളൂ. കോട്ട് നമ്മൾ എവിടെയാണ് പോക്കറ്റ് വരിക എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ടെക്ക് മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ പോക്കറ്റ് മാർക്ക് ചെയ്ത് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഈ ഭാഗത്തും നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ലൈനിലൂടെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ആ ഷേപ്പ് ചെയ്ത സെക്കൻഡ് ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിന്റെ മറ്റേ സൈഡും കൂടി ഒന്ന് ജസ്റ്റ് ഇതേപോലെ ടക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ബാക്ക് സൈഡാണ് മാർക്ക് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണി ആവശ്യത്തിനുള്ള വീതി മടക്കിയിട്ടിട്ട് 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴോട്ടേക്ക് 2 ഇഞ്ച് മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഫ്രണ്ട് ഭാഗം ഈ രീതിയിൽ വെക്കുക. നമ്മൾ വെക്കുന്ന ഈ രീതിയിൽ ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ
ഈ 1/2 ഇഞ്ച് നമ്മൾ ബാക്ക് വശത്തോട്ട് ഇതേ ചാരി വരുന്ന രീതിയിൽ നമ്മൾ വെക്കുക. 2 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ഫ്രണ്ട് വശത്തൊരു 1/2 ഇഞ്ചും നമ്മുടെ ഈ ഭാഗത്തൊരു 1/2 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കണം. ഇങ്ങനെ വെച്ചാലുള്ളൂ നമ്മുടെ ബാക്ക് പീസ് കറക്റ്റായിട്ട് വരിക. ഇനി ചില ആളുകളൊക്കെ 2 ഇഞ്ച് നമ്മൾ മുകളിൽ വെക്കാനുള്ളത് 2.5 ഇഞ്ച് കൊടുക്കുന്നവരുണ്ട്, 3 ഇഞ്ച് കൊടുക്കുന്നതൊക്കെ ഓരോരുത്തർക്ക് ഓരോ രീതി ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ എത്രയാണോ ഫ്രണ്ടിൽ വന്ന് നോക്കുക, അതേ സെയിം ഷോൾഡർ തന്നെ നമ്മൾ ബാക്കിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 7.25 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് തള്ളി നിർത്തിയത് കൊണ്ട് നമ്മൾ ആ ഷോൾഡർ എടുക്കുമ്പോൾ ഇതേ രീതിയിലായിരിക്കും നമ്മൾ മെഷർ ചെയ്ത് വരുമ്പോൾ കിട്ടുക. നമ്മൾ ഷർട്ടിന്റെ വീഡിയോയിലൊക്കെ ചെയ്യും പോലെ തന്നെയാണ് ഈ ബാക്ക് ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം ബാക്ക് ഭാഗത്ത് ആം ഹോൾ കർവ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത ഈ ഭാഗത്തോട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും. ഇനി നമുക്ക് ബാക്ക് വശത്ത് ഫ്രണ്ടിൽ എത്രയാണ് നമ്മുടെ ഷോൾഡർ ചെരിവ് വന്നിട്ടുള്ളത് നോക്കുക. അപ്പോൾ അതേ സെയിം മാർക്കിംഗ് ഇവിടെ കൊടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ചെരിവുള്ള നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തത് അതേ അളവ് തന്നെ നമ്മൾ ബാക്ക് വശത്തും കൊടുക്കുക. ഇനി നിങ്ങൾ ഫ്രണ്ടിൽ 1 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് വശത്ത് 1 ഇഞ്ച് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബാക്ക് പാർട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞത് 3 നെക്ക് ലെങ്ത്ത് 1 ഇഞ്ചോടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഷോൾഡറും നമ്മൾ 7.25 കൊടുത്തിട്ടുണ്ട്. റിഗാള് നമ്മൾ മറ്റത്തിൽ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം ഒന്ന് റിഗാളും അതിൻ്റെ ഒപ്പം നമ്മളൊന്ന് വരച്ചെടുത്തുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ മാത്രം ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ. ഫ്രണ്ടിൽ 2 ഇഞ്ച് കയറ്റി വെക്കുക. പിന്നെ നമ്മൾ ഈ ഷോൾഡർ നമ്മൾ ഇവിടെ കുറച്ചത് ഇവിടെ ഈ ഭാഗത്തുനിന്ന് കൂട്ടിയെടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആർക്കും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ചോദിക്കുക. ഇത് നമ്മുടെ ബാക്ക് വശം കട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഫ്രണ്ട് കട്ട് ചെയ്ത ബാക്ക് വശം കട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.